ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോണത് ഒരു ഹിന്ദി സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. മേരി ഹസ്ബൻഡ് കി ബീവി എന്ന് പറയുന്ന സിനിമയാണ്. അർജുൻ കപൂർ, രാകുൽ പ്രീത് സിംഗ്, ഭൂമി പട്നേക്കർ എന്ന് പറയുന്ന രണ്ട് ഹീറോയിനും ഒരു ഹീറോയുമുള്ള സിനിമയാണ്. ഇതേപോലത്തെ കാറ്റഗറിയിലുള്ള ഒരുപാട് പടങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഈ സിനിമ എങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സിനിമയാണ്. ആ ഒരു സംബന്ധപ്പെട്ട ഒരു ഹസ്ബൻഡ് വൈഫ് ഇഷ്യൂസ്, പിന്നെ മറ്റൊരു നായിക വരുന്നു, ഈ ഹസ്ബൻഡ് അവരുടെ കണക്ഷൻ ആവുന്നു, ആ സിനിമയ്ക്കുള്ള ഒരു കഥകളൊക്കെ. ഈ സിനിമ കുറേ ഇങ്ങനെ പോകുന്ന നേരത്ത് മലയാള സിനിമയിൽ വന്ന പക്ഷേ എന്നൊരു സിനിമയുണ്ട്. ആ സിനിമയുടെയൊക്കെ ഒരു ടച്ച് കണക്ക് തോന്നുന്നുണ്ട്. പിന്നെ കാത്തുവാക്കി രണ്ട് കാതൽ എന്ന സിനിമയുടെ ആ ഒരു ടച്ച് വരെ തോന്നുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചാണ് ഈ സിനിമ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്ഥിരം കണ്ടു മറന്ന കുറേ ക്ലീഷേ കഥകളും കഥാപാത്രങ്ങളുമൊക്കെ ആയിട്ട് ഈ സിനിമ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഹിന്ദിയിൽ ചിലപ്പോൾ ഒരു പുതുമയുള്ളൊരു സിനിമയായിരിക്കാം, അങ്ങനെയൊക്കെ അവർക്കുള്ള ഇത് കാണും. പക്ഷെ നമ്മളിവിടെ എത്രയോ തവണ കണ്ടു കഴിഞ്ഞു. പിന്നെ ഈ സിനിമ എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. പക്ഷെ നമ്മൾ കണ്ടു മറന്നൊരു കഥയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ കപൂറിൻ്റെ പെർഫോമൻസ്, രാകുൽ പ്രീത്തിൻ്റെ പെർഫോമൻസൊക്കെ ഓക്കെ. പക്ഷേ കുറച്ചും കൂടി ഹൈപ്പിട്ട് നിൽക്കുന്ന ഭൂമി പട്നേക്കർ തന്നെയാണ്. മികച്ച പ്രകടനം കാണിച്ചിരുന്നത്. ഒരു നെഗറ്റീവ് റോളുള്ള നായികയായിട്ട് ഭൂമി പട്നേക്കർ നന്നായിട്ട് നീ റോൾ ചെയ്തിട്ട് പറയാൻ വേണ്ടി പറ്റും. നമ്മുടെ കാത്തുവാക്കി രണ്ട് കാർ സിനിമയിലെ സാമന്ത എങ്ങനെയാണോ അതേ കണത്തെ ഒരു പെർഫോമൻസാണ് ഇവിടെ ഭൂമി പട്നേക്കറിന് കാണിച്ചിരുന്നത്. ക്ലൈമാക്സ് പോർഷനെ കാണുമ്പോൾ നമുക്ക് ആ ഒരു നിലാവ് കിയന്മേലെ കോപം, ആ സിനിമയുടെ ക്ലൈമാക്സ്, പ്രേമലിൻ്റെ ക്ലൈമാക്സ് പോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റി. അങ്ങനെയാണ് ക്ലൈമാക്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടു മറന്ന കുറേ സിനിമകളുടെയൊക്കെ മലയാളത്തിൽ നിന്ന് പക്ഷി എന്നൊരു സിനിമയുണ്ട്. ആ സിനിമയുടെയൊക്കെ ഒരു ടച്ച് പോലെ ഒരുപാട് ഈ ഒരു സംഭവം എലമെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ കണ്ടു വന്ന ഒരു ക്ലീഷേ സിനിമ എനിക്ക് പഠിച്ചു തോന്നിയ ഒരു കാര്യം വെച്ച് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. അങ്ങനെ ഒരു ഇതൊക്കെ ഒരു സിനിമ കണ്ടു തീർക്കാൻ വേണ്ടി പറ്റും. സോ ആ ഒരു കാര്യം വെച്ച് അത്യാവശ്യം ഓക്കെ സിനിമയായിരുന്നു മേരി ഹസ്ബൻഡ് കി ബീവി എന്ന ഈ സിനിമ. ഇത്രയുള്ളൂ പറഞ്ഞിട്ട്.